കാനഡയിൽ നിന്ന് തിരിച്ചു വന്നു. ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് അതർ പോസിബിലിറ്റീസ്. ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞൊരു പൽക്കി ശർമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഐ യൂസ് ടു വാച്ച് ഇറ്റ് റിലീജിയസ്ലി. നാട്ടിലെ ആൾക്കാർ പറയും കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി കയറിയതാണ്, അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്നത്. നമ്മൾ ക്ലീശയായിട്ട് പറയും സൊസൈറ്റീനെ നന്നാക്കാനാണ് പോകുന്നത്, പക്ഷെ ഞാൻ ജെനുവിൻലി അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് UPSCയിലേക്ക് വന്നു. വൈ സിവിൽ സർവീസസ്? അത് നമ്മുടെ ടോപ്പേഴ്സിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നൗ ദാറ്റ് ദേ ഹവ് അച്ചീവ്ഡ് ദിയർ ഡ്രീം. സോ എന്തുകൊണ്ട് ഓരോരുത്തരും IAS അല്ല ഈ കരിയർ പാത്ത് ചൂസ് ചെയ്തു എന്ന് നമുക്ക് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. സോ ക്യാൻ വി സ്റ്റാർട്ട് ഫ്രം പ്രണവ്? നമ്മുടെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂവിനെ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തിനാണ് നിങ്ങൾ സിവിൽ സർവീസ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ക്ലീഷ ആൻസറീസ്, ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ IAS എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 24 വയസ്സ് വരെ ഐ വാണ്ടഡ് ടു ബിക്കം എ ഫിസിസിസ്റ്റ്, ആസ്ട്രോഫിസിസിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഐ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് മീ. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങളും ഗവേണൻസിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ ഐ യൂസ് ടു ഒബ്സർവ് ദം എ ലോട്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അത് നടക്കുമ്പോൾ അത് കാണാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാനൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആസ് എ സയൻറ്റിസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വൈൽ ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് ഇൻ അസ്ട്രോണമി ഇൻ കാനഡയിലായിരുന്ന സമയത്ത് ഐ ഫെൽ ദാറ്റ് ഐ എം ടു ഫാർ അവേ ഫ്രം വാട്ട് എവർ ഈസ് ഹാപ്പനിങ്. നമ്മൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് കുറേ അകലെയാണ്, എനിക്ക് ഈ ജോബ് പറ്റുന്നതല്ല, ഐ ഷുഡ് ബി ഡൂയിങ് സംതിങ് എൽസ് എന്ന് എനിക്ക് തോന്നി. അതെന്താണെന്ന് അപ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 6 മാസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വന്നു. ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് അതർ പോസിബിലിറ്റീസ്. സോ മൈൻഡ് യു, ഐ വാസ് 27 അറ്റ് ദാറ്റ് ടൈം, 28 അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, 27, 28. അപ്പോൾ എന്നിട്ട് ആ സമയത്ത് തന്നെ ഐ വാസ് ടോക്കിംഗ് ടു മെനി ഓഫ് മൈ ഫ്രണ്ട്സ്. അതിൽ എൻ്റെ കോളേജിൽ എൻ്റെ റൂംമേറ്റ് ആകാശ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട്. സോ ഹീസ് കറൻ്റ്ലി ഡിസ്ട്രിക്ട് കളക്ടർ ഇൻ തമിഴ്നാട് കേഡർ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ചാന്ദിനി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാച്ച്മേറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് 2-3 പേര്. പിന്നെ എൻ്റെ ഒരു സീനിയർ ഹൈദരാബാദ് കേഡറിലൊരു IPS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ കുറച്ച് പേരുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഐ ഫെൽ ലൈക്ക് ഓക്കെ, ദിസ് ഈസ് സംതിങ് ഐ ക്യാൻ ഡു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്കിൽ സെറ്റും അതുപോലെ തന്നെ എൻ്റെ ആസ്പിറേഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു അൺഎംപ്ലോയിഡ് ആണെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു ജോബാണെന്ന് എനിക്ക് അത് കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്. ഓൺലി ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ സ്റ്റേജ് ഐ സ്റ്റാർട്ടഡ് ലവിങ് ദിസ്. ആദ്യത്തേതിൽ എനിക്ക് ഓക്കെ പറ്റുന്നൊരു കരിയർ പാത്ത് എന്ന് മാത്രം രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ ഇതിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത് ഇതിന് പഠിച്ചു തുടങ്ങിയപ്പോഴും പിന്നീട് പഠിപ്പിച്ച് തുടങ്ങുമ്പോഴാണ്. സോ വൈ IAS എന്ന് അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IAS ആയിട്ടില്ല, IAS അടുത്ത പ്രാവശ്യം ആക്കാൻ നോക്കണം. എനിവേ, എന്താ പറയുക, ഇതാണ് എൻ്റെ ആൻസർ. അതൊരു ഇമ്മീഡിയറ്റ് അല്ല, ഇറ്റ് വാസ് എ ഹെസിറ്റൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, നല്ലൊരു കൺവിക്ഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. എന്താ പറയുക. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് അക്ഷയ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സോ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, ഞാനും പ്രണവ് പറഞ്ഞ പോലെ സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു. ഒരു 26-27 വരെ സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം മനസ്സിൽ വന്നിട്ട് പോലുമില്ല. പിന്നെ കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇത് ട്രൈ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരുന്നത്. അതുവരെ നല്ല കംഫർട്ടബിളായിട്ട് ലൈഫ് പോകണ്ടായിരുന്നു, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിലെ ആൾക്കാർ പറയും കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി കയറിയതാണ്, അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തു, നല്ല വൃത്തിക്ക് പ്രിലിംസ് പൊട്ടി. രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു, CSAT മൈന്യൂട്ട് മാർക്കിന് പോയി. അപ്പം എൻ്റെ ഈഗോ ഹർട്ടായി. അപ്പോൾ ഇതെന്തായാലും ക്രാക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സർവീസ് കഴിഞ്ഞ കൊല്ലം സർവീസ് കയറി, ട്രേഡ് സർവീസ് അലോക്കേറ്റഡായി. എൻ്റെ ഡ്രീം എപ്പോഴും IPS ആണ്. അപ്പോൾ ഈ കൊല്ലം ഹോപ്പ്ഫുള്ളി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ബട്ട് മൈന്യൂട്ട് ചാൻസസ് ആണ്. സോ അടുത്ത കൊല്ലം നിങ്ങളോടൊപ്പം വീണ്ടും എഴുതുന്നു. സോ ദ ജേർണി ഗോസ് ഓൺ. വെൽ, ടു ബിഗിൻ വിത്ത്, ഐ എം എൻ എഞ്ചിനീയർ. സോ ഞാൻ എഞ്ചിനീയറിങ്ങിൽ തന്നെ സാറ് പറഞ്ഞ പോലെ നല്ല പാഷനേറ്റായിട്ട് പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യായിരുന്നു. ലൈക്ക് ഐ വാസ് ഡൂയിങ് റിസർച്ച് ഈവൻ വൈൽ ഐ വാസ് ഇൻ കോളേജ്. So towards my final year, എനിക്ക് തോന്നി there is only so much that I can do as being an engineer.
ഡെഫിനറ്റ്ലി എനിക്ക് കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ദെൻ ഇൻ ഫോർത്ത് ഇയർ ഐ റിയലൈസ് ദാറ്റ് ദർ ഈസ് somewhat ഓഫ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ഈസ് ബീങ് ഇൻവെൻറ്റഡ് ആൻഡ് വാട്ട് ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ റിയൽ ലൈഫ്. സോ എനിക്ക് തോന്നി ഇന്നോവേറ്റബിലിറ്റി ടു ബ്രിഡ്ജ് ദാറ്റ് ഐ നീഡ് ടു സ്റ്റെപ്പ് അപ്പ് മൈ ഗെയിം. So rather than just being an engineer, I have to be there amongst the people and understand how it works in the ground. So എനിക്ക് തോന്നി അതിന് the best possible way to do that will be civil service and to be part of bureaucracy. So that's why I came here. And in addition to this, എനിക്കൊരു ചേട്ടനുണ്ട്, is also in service, 2020 batch Indian Foreign Service, and so he was a significant inspiration for me to pursue this path. So that's my reason. ഹായ്, ഞാൻ സൗമ്യ കൃഷ്ണൻ, റാങ്ക് 196 ഉണ്ട്. ഇതിൽ ട്രൈ ചെയ്യണം എന്നുള്ളത് ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമൊന്നും അല്ല. സാറിനെ പോലെ തന്നെ കുറേ കഴിഞ്ഞ് കോളേജിൽ ഫൈനൽ ഇയർ ആയപ്പോഴാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും അങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഒരുപാട് സിവിൽ സർവൻസിൻ്റെ വർക്ക് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് സ്കൂളിലൊക്കെ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ ആൻറ്റോൺ സാറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് നമുക്ക് മഴ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരാൾ, അത്ര തന്നെ എനിക്കും അറിയാമെന്നുള്ളൂ. പിന്നെ നോക്കിയപ്പോഴാണ് ആക്ച്വലി ഒരുപാട് പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണെന്നും ബെറ്റർ കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ആൻഡ് മോർ ഓവർ സർവീസ് ടു പീപ്പിൾ ആയിരിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് ഇത് പഠിക്കണമെന്നുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ 5th attempt. അതിൽ ഏത് സർവീസാണ് കിട്ടുകയെന്ന് അറിയത്തില്ല, ബട്ട് ഐ മെയ്ഡ് ഇറ്റ് ടു ദ ലിസ്റ്റ്. എൻ്റെ പേര് നന്ദന. ഞാൻ ഈ വർഷം 47 റാങ്കാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നില്ല. എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ ആസ്പിറേഷൻ ഒരു ടീച്ചർ ആവുക, അതേ പാത്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഞാൻ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് സിവിൽ സർവൻസൊക്കെ അവരുടെ വർക്ക്സൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ കളക്ടർ കെ കാർത്തികേയൻ സാറായിരുന്നു. അപ്പോൾ സാർ ആ സമയത്ത് മീറ്റ് ദ കളക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തുമായിരുന്നു. ഒരു വൺസ് ഇൻ എ വീക്ക് സ്കൂളിലെയും കോളേജിലെയും ഓരോ ബാച്ച് കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആൻഡ് ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തവണ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ ആ സെലക്ട് ചെയ്യുന്നതിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഈ പ്രോഗ്രാമിന് പോയിട്ട് സാറിനോട് പറഞ്ഞു, സാർ കൊട്ടാരക്കര ഒരു തോടുണ്ട്, സാർ കണ്ടിട്ടുണ്ടോ, ഭയങ്കര മോശം അവസ്ഥയിലാണ് കിടക്കുന്നത്, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ആ കുട്ടിയോട് എന്നെ ചോദിച്ചു, എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് കുട്ടിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കുറച്ച് സജഷൻസ് ചോദിച്ചു. പിന്നീട് ഞങ്ങളൊരു 1 വീക്ക് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ആ ഏരിയ ആകെ ക്ലീൻ ചെയ്ത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരുന്നു അന്ന് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സിവിൽ സർവൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്നെ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള ഒരു പവറിൽ ഇത്രയും ചേഞ്ചസ് വരുത്താനുള്ളൊരു പവർ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്നത് അന്നാണ്. പക്ഷേ അപ്പോഴും എനിക്ക് സിവിൽ സർവീസ് ചൂസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാവുന്ന ആരും ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല. ഞാൻ ടി വിയിലൊക്കെ കാണുന്ന അകലെയുള്ള ആരൊക്കെയോ ആണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഇവാനിയോസിലെത്തുമ്പോഴാണ്, ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അന്ന് സഫ്ന മാമും പിന്നെ ഗോകുൽ ചേട്ടനും ഒക്കെ അവർ ഇവാനിയോസിൽ തന്നെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പോയ വഴിയിലൂടെയൊക്കെ വന്ന ആരൊക്കെയോ ഈ എക്സാം ക്ലിയർ ചെയ്തു എന്നൊരു ഇൻസ്പിറേഷൻ കണ്ടിട്ടാണ് അന്നാണ് ഞാൻ ഫോർച്യൂണിനെ കുറിച്ച് കേൾക്കുന്നതും അങ്ങനെയാണ് ഞാൻ ഫോർച്യൂണിലേക്ക് വരുന്നതും പിന്നീട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഇവിടെ എത്തിയത്. എൻ്റെ പേര് സോണറ്റ് ജോസ്. ഈ വർഷത്തെ എക്സാമിൽ 54 റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് UPSC എന്നൊരു ഡ്രീമിലേക്ക് വന്നവരാണ്. പക്ഷേ UPSC അല്ലായിരുന്നു, ഞാൻ ചെറുപ്പം തൊട്ടേ കളക്ടർ ആവണമെന്ന് പറയായിരുന്നു. പക്ഷേ എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. മേ ബി ഞാൻ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിലും NSSലൊക്കെ ബെസ്റ്റ് കേഡറ്റ് വോളണ്ടിയറൊക്കെ ആയിരുന്നു. അപ്പം ജനറലി ടീച്ചേഴ്സ് പറയുമല്ലോ, നല്ല കുട്ടിയാ, കളക്ടർ ആവാൻ പറ്റും, എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. മേ ബി അതായിരിക്കും ചെറുപ്പത്തിൽ ഇംപ്ലാന്റ് എന്നിൽ ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ കളക്ടർ എന്നുള്ള ഒരു ഡ്രീം ഇംപ്ലാന്റ് ചെയ്തത്. പിന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ പാർട്ടായിട്ട് ഞാനൊരു ചിന്നാർ, ഞാൻ ഇടുക്കി കോട്ടയം ബോർഡർ, അപ്പം ഞാൻ പഠിക്കുന്നത് ഇടുക്കി ജില്ലയിൽ. അപ്പോൾ അവിടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്ത് ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫീൽഡ് വിസിറ്റിന് പോയത്. അപ്പം അവിടുത്തെ ഒരു കുട്ടി എന്നോട് വന്ന് ചോദിച്ചു, ഞങ്ങളെയും കൂടെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക, കാരണം അവർക്കൊരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മൂന്നാറിലെത്തിയാലേ പഠിക്കാൻ പറ്റൂ. അപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ നമുക്കെല്ലാം ബുക്ക് കളക്ട് ചെയ്യാം, ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ വീക്കിലി അവിടെ പോയി ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു. വീക്കിലി ഞങ്ങൾ അവിടെ പോയിട്ട് ആ പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അവിടുന്ന് നമ്മുടെ ഈ റെസിഡൻഷ്യൽ സ്കൂൾസിൽ അവിടുന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് ആരെങ്കിലും ഗൈഡ് വേണം, അതായത്
അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പം അഡ്മിഷനൊക്കെ എടുക്കണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലേ വെളിയിൽ പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കുറേ ആൾക്കാർ പഠിക്കാൻ പോയി, പിള്ളേരെ നമ്മൾ പോയിരുന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഇപ്പോൾ സിവിൽ സർവീസസിൽ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക്, അതായത് ഒരു ഹില്ലി ഏരിയ എന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഒരു ചേഞ്ച് വരുത്തണം. നമ്മൾ ക്ലീശയായിട്ട് പറയും സൊസൈറ്റീനെ നന്നാക്കാനാണ് പോകുന്നത്, പക്ഷെ ഞാൻ ജെനുവിൻലി അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് UPSCയിലേക്ക് വന്ന. ഇപ്പം എന്നോട് ഫസ്റ്റ് ചോദിച്ചാൽ പറയും, ഞാൻ ഇപ്പോഴും പറയായിരുന്നു, അതായത് എനിക്ക് അട്ടപ്പാടി കിട്ടിയാൽ മതി, ഞാൻ വേറെ എവിടെയാണെങ്കിലും എനിക്ക് അട്ടപ്പാടി കിട്ടിയാൽ ഹാപ്പി ആകും എന്ന് പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ UPSC വേണം അല്ലെങ്കിൽ സിവിൽ സർവീസസിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ +2 ഒക്കെ സയൻസ് ആയിരുന്നു, ഡൽഹിയിൽ പോയി ഫിസിക്സ് പഠിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, കാരണം ഒരാൾക്ക് UPSC മാത്രമല്ലല്ലോ ലൈഫിലുള്ള. അപ്പം പഠിക്കുന്നത് നന്നായി എൻജോയ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഡിഗ്രി കഴിഞ്ഞ് നേരെ ഫോർച്യൂണിലോട്ട് വന്നു. മെയ് 2022 ഗ്രാജുവേഷൻ കഴിഞ്ഞു. ജൂൺ 8 9 ഇവിടെ നേരെ ഡൽഹിയിൽ നിന്ന് ജസ്റ്റ് വീട്ടിൽ വന്നു. വീട്ടിൽ നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അറ്റംപ്റ്റിൽ 54th റാങ്ക്. ഹലോ എവ്രി വൺ, മൈ നെയിം ഇസ് ഗോപിക. എൻ്റെ റാങ്ക് ഇപ്രാവശ്യം 185 ആണ്. സോ എനിക്ക് ഇതൊരു ചൈൽഡ്ഹുഡ് ഡ്രീം അല്ല, ബിക്കോസ് ഞാൻ അങ്ങനെ വലുതായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല കരിയറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐ വാസ് ലൈക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ. അപ്പം ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഞാൻ സ്കൂളിൽ 12th കഴിഞ്ഞപ്പോൾ സ്കൂൾ ഫസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂൾ ഫസ്റ്റ് ആയപ്പോൾ എല്ലാവരും ഈ കൊച്ചിനെ കൊണ്ട് UPSC എഴുതിപ്പിക്കണം, കളക്ടറാക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ബട്ട് കോളേജിലായപ്പം ഞാൻ CETയിലാണ് പഠിച്ചത്. അപ്പോൾ ലൈക്ക് സെക്കൻഡ് ഇയർ വി ഹാവ് എ സിവിൽ സർവീസ് ക്ലബ് ദെയർ, ബട്ട് ഐ വാസ് നോട്ട് എ മെമ്പർ ഓഫ് ഇറ്റ്. ആൻഡ് ഐ ജസ്റ്റ് ഇങ്ങനെ ഫോർച്യൂണിൻ്റെയും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും പരിപാടി നമ്മുടെ കോളേജിൽ നടക്കാറുണ്ട്. സോ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് തോന്നി, ഇങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ 9 പേപ്പർ എഴുതണം, വലിയൊരു ഇൻ്റർവ്യൂ പാസ്സാവണം. അപ്പോൾ നമ്മൾ കോളേജിലൊരു ഇതായതുകൊണ്ടോ എനിക്ക് വയ്യ എന്നാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ലൈക്ക് 2021 എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തു. വിപ്രോയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിതിൽ നിന്ന് ഫുൾഫിൽമെൻറ്റ് ഒരിക്കലും കിട്ടത്തില്ല. ഐ നീഡ് ടു ഡൂ സംതിങ് ദാറ്റ് വുഡ് എൻ്റെ പാഷനെ അലൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം, ദാറ്റ് വുഡ് ഫുൾഫിൽ മീ ഓർ സാറ്റിസ്ഫൈ മീ എന്ന് എനിക്ക് തോന്നി. ഓർ ലൈഫിൽ ഇങ്ങനെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ജിയോ പൊളിറ്റിക്സിലും IRലും ഇങ്ങനെ കുറേ വീഡിയോസ് കാണുന്ന ആളാണ്. ആൻഡ് എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞൊരു പൽക്കി ശർമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഐ യൂസ് ടു വാച്ച് ഇറ്റ് റിലീജിയസ്ലി. സോ ഷീ വാസ് ലൈക്ക് ഭയങ്കര നമ്മുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് IR കേട്ടിട്ട് അങ്ങനെ ഇൻസ്പയർ ആയി ഞാൻ എനിക്ക് ഫോറിൻ സർവീസ് ചേരണം, ഫോറിൻ സർവീസിന് വേണ്ടി മാത്രമാണ് ഞാൻ UPSC എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇൻ്റർവ്യൂ വരെ പോയി, എന്നാൽ 8 മാർക്കിന് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ 185 എത്തി. ഇനിയും ജോബ് ഇസ് നോട്ട് ഡൺ. നിതിൻ സാർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഇനി എഴുതേണ്ടി വരും. സോ ബട്ട് ഹാപ്പി ടു ബി ഹിയർ. റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ റോഡിൽ വരെ തലയിറങ്ങി വീണായിരുന്നു. 54 റാങ്ക് എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ്. ഇല്ല, AIയുടെ PDF എനിക്ക് വരില്ല. കുറേ പ്രഷർ ഉണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം അറിയാത്ത ആരും ഇനി കൊല്ലം ജില്ലയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. Fortune IAS Academy, more than just an academy.